ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ നിന്നെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ലോകത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കി അതിലെ അത്ഭുതത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് വിജയം എന്ന്. സത്യത്തിൽ വിജയം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ആ യാത്ര തുടങ്ങുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷത്തിലാണ്. തോൽവികളെ പ്രണയിക്കുക. വിജയിച്ച എല്ലാവർക്കും പറയാൻ ഒരു വലിയ തോൽവിയുടെ കഥയുണ്ടാകും. തോൽവി എന്നത് അവസാനമല്ല, മറിച്ച് അടുത്ത പടിയിലേക്കുള്ള പാഠമാണ്. വീഴ്ചകൾ നിങ്ങളെ വാർത്തെടുക്കുന്നു. നമ്മൾ ഒരു കുഞ്ഞായിരുന്നപ്പോൾ നടക്കാൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ചുവടിൽ തന്നെ ആരും ഓടിത്തുടങ്ങിയിട്ടില്ല. 100 വട്ടം വീണും മുട്ടുകാലിൽ ഇഴഞ്ഞുമാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നത്. അന്ന് വീഴ്ച ഒരു നാണക്കേടായി നമുക്ക് തോന്നിയില്ല. എന്നാൽ വളർന്നപ്പോൾ നമ്മൾ വീഴ്ചകളെ ഭയപ്പെടാൻ തുടങ്ങി. തോൽവി എന്നാൽ അപമാനമാണെന്ന് സമൂഹം നമ്മെ പഠിപ്പിച്ചു. പക്ഷേ സത്യം അതല്ല. വീഴാത്തവനല്ല, വീണെടുത്തു നിന്ന് എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. തോമസ് ആൽവ എഡിസന്റെ കാഴ്ചപ്പാട് നമുക്ക് നോക്കാം. ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് 1000 തവണ പരാജയപ്പെട്ടപ്പോൾ ലോകം അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചു. എന്നാൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞ ഒരു മറുപടി ചരിത്രമാണ്. ഞാൻ 1000 തവണ പരാജയപ്പെട്ടിട്ടില്ല. പകരം ഒരു ബൾബ് എങ്ങനെ നിർമ്മിക്കാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് 1000 വഴികൾ ഞാൻ പഠിച്ചു. ഓരോ പരാജയവും അദ്ദേഹത്തിന് ഒരു പരീക്ഷണമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെയും ഒരു റിസർച്ചായി കാണുക. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ എലോൺ മസ്കിനെ നോക്കൂ. സ്പേസ് എക്സ് എന്ന കമ്പനി തുടങ്ങിയപ്പോൾ ആദ്യത്തെ 3 റോക്കറ്റ് വിക്ഷേപണങ്ങളും പരാജയപ്പെട്ടു. കോടിക്കണക്കിന് രൂപ കടലിൽ പതിച്ചു. എല്ലാവരും പറഞ്ഞു, ഇതൊരു ഭ്രാന്തൻ പരിപാടിയാണ്, നിർത്തിക്കൂടെ എന്ന്. 4ാമത്തെ വിക്ഷേപണവും കൂടി പരാജയപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം പാപ്പരാകുമായിരുന്നു. എന്നാൽ അദ്ദേഹം പിന്മാറിയില്ല. ആ പരാജയങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിച്ചു. 4ാമത്തെ വിക്ഷേപണം വിജയിച്ചു. ഇന്ന് ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കാൻ തയ്യാറെടുക്കുന്ന ഒരു കമ്പനിയായി അത് മാറി. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഇഫ് തിങ്സ് ആർ നോട്ട് ഫെയിലിംഗ്, യു ആർ നോട്ട് ഇന്നോവേറ്റിംഗ് എനവ്. കാര്യങ്ങൾ പരാജയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയതൊന്നും പരീക്ഷിക്കുന്നില്ല എന്നാണ് അർത്ഥം. ബാസ്കറ്റ്ബോൾ ഇതിഹാസം മൈക്കൽ ജോർദാൻ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കരിയറിൽ ഞാൻ 9000-ത്തിലധികം ഷോട്ടുകൾ മിസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 300ഓളം മത്സരങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട്. 26ഓളം തവണ കളി ജയിപ്പിക്കാനുള്ള നിർണായക ഷോട്ടെടുക്കാൻ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചു. പക്ഷേ ഞാൻ അത് പാഴാക്കി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. വിജയിക്കാൻ വേണ്ടി അദ്ദേഹം തോൽവികളെ ഭയപ്പെട്ടില്ല. മറിച്ച് ഓരോ തവണ തോറ്റപ്പോഴും തൻ്റെ പിഴവുകൾ തിരുത്തി വീണ്ടും കളത്തിലിറങ്ങി. തോൽവി എന്നാൽ ശ്രമം അവസാനിപ്പിക്കുക എന്നല്ല, മറ്റൊരു രീതിയിൽ ശ്രമിക്കുക എന്നതാണ് അർത്ഥം. പരാജയത്തിൻ്റെ കരുത്ത്. ഒരു വില്ല് എത്രത്തോളം പിന്നിലേക്ക് വലിക്കപ്പെടുന്നുവോ അത്രത്തോളം വേഗത്തിൽ അത് മുന്നിലേക്ക് കുതിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ആ വില്ലിൻ്റെ വലി പോലെയാണ്. നിങ്ങൾ എത്രത്തോളം താഴേക്ക് പോകുന്നുവോ അത്രയും ഉയരത്തിലേക്ക് കുതിക്കാനുള്ള ഊർജം നിങ്ങൾ സംഭരിക്കുകയാണ്. പരാജയപ്പെടുന്നത് ഒരു കുറവല്ല. പരാജയപ്പെട്ട് അവിടെ തന്നെ ഇരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം. വീഴുമ്പോൾ മണ്ണിലേക്ക് നോക്കിയല്ല വീഴേണ്ടത്, ആകാശത്തേക്ക് നോക്കി വീഴുക. അപ്പോൾ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ എളുപ്പമായിരിക്കും. കംഫർട്ട് സോൺ എന്ന കെണിയെക്കുറിച്ച് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ഒരേ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഈ സുരക്ഷിതത്വം നമുക്ക് വലിയൊരു സമാധാനം തരുന്നുണ്ടാകാം. ഇതിനെയാണ് നമ്മൾ കംഫർട്ട് സോൺ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഒരു വലിയ കാര്യവും ഒരു കംഫർട്ട് സോണിൽ വെച്ച് നടന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. ഒരു രാജാവിൻ്റെയും 2 കഴുകന്മാരുടെയും കഥ. ഒരിക്കൽ ഒരു രാജാവിന് സമ്മാനമായി 2 കഴുകൻ കുഞ്ഞുങ്ങളെ ലഭിച്ചു. രാജാവ് അവയെ വളർത്താൻ ഒരു പരിശീലകനെ ഏൽപ്പിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഒരു കഴുകൻ ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നു നടക്കുന്നു. എന്നാൽ 2ാമത്തെ കഴുകൻ അത് ഇരിക്കുന്ന മരക്കൊമ്പിൽ നിന്ന് ഒരടി പോലും അനങ്ങുന്നില്ല. രാജാവ് പല വിദഗ്ധരെയും കൊണ്ടുവന്നു. എന്നാൽ ആർക്കും തന്നെ ആ 2ാമത്തെ കഴുകനെ പറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു സാധാരണ കർഷകൻ വന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആ കഴുകൻ ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കുതിച്ചുയർന്നു. അത്ഭുതപ്പെട്ട രാജാവ് കർഷകനോട് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഇത് സാധിച്ചത്? കർഷകൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു,
ഞാൻ ആ കഴുകനിരുന്ന മരക്കൊമ്പ് മുറിച്ചു കളഞ്ഞു. അപ്പോൾ അതിന് ചിറകടിച്ചു പറക്കുകയല്ലാതെ മറ്റൊന്നും വഴിയില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില മരക്കൊമ്പുകളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ കൊമ്പ് മുറിച്ചു കളയാതെ നമുക്ക് നമ്മുടെ ചിറകുകളുടെ ശക്തി അറിയില്ല. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യൻ എന്ന് വിളിക്കുന്ന ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ ഓടിത്തീർത്തത് വെറും 9 സെക്കൻഡുകൾ മാത്രമാണ്. പക്ഷേ ആ 9 സെക്കൻഡുകൾക്ക് പിന്നിൽ 20 വർഷത്തെ കഠിനമായ അധ്വാനമുണ്ട്. പരിശീലനത്തിനിടയിൽ പലപ്പോഴും അദ്ദേഹം ഛർദ്ദിക്കുമായിരുന്നു. പേശികൾ വലിഞ്ഞുകീറി വേദന കൊണ്ട് പുളയുമായിരുന്നു. ഇന്ന് മതി, ഇനി വയ്യ എന്ന് മനസ്സ് പറയുന്ന ആ കംഫർട്ട് സോണിൻ്റെ നിമിഷങ്ങളെ അദ്ദേഹം അതിജീവിച്ചു. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ പരിശീലനത്തെ വെറുത്തിരുന്നു, പക്ഷേ ആ വേദന ആസ്വദിക്കാൻ എന്നെ പഠിപ്പിച്ചു. ഉസൈൻ ബോൾട്ടിന് ജന്മനാ നട്ടെല്ലിന് ചെറിയൊരു വളവുണ്ടായിരുന്നു. ഓടുമ്പോൾ അത് വലിയ വേദനയുണ്ടാക്കും. സുരക്ഷിതമായി വീട്ടിലിരിക്കാൻ അദ്ദേഹത്തിന് 1000 കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ശാരീരിക പരിമിതിയെ മറികടന്ന് അദ്ദേഹം ലോകം കീഴടക്കി. 9 സെക്കൻഡ് തിളങ്ങാൻ വേണ്ടി വർഷങ്ങളോളം വിയർപ്പൊഴുക്കാൻ അദ്ദേഹം തയ്യാറായി. കംഫർട്ട് സോൺ എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അവിടെ നിങ്ങൾക്ക് വെല്ലുവിളികളില്ല, പേടിയില്ല, പക്ഷേ അവിടെ വളർച്ചയുമില്ല. ഒരു കപ്പൽ തുറമുഖത്ത് കിടക്കുമ്പോൾ അത് സുരക്ഷിതമാണ്. എന്നാൽ കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത് തുറമുഖത്ത് കെട്ടിയിടാനല്ല, മറിച്ച് കടലിലെ തിരമാലകളെ കീറിമുറിച്ച് മുന്നേറാനാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. സുരക്ഷിതമായ തീരങ്ങൾ വിടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വൻകരകൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ചിന്തകളുടെ ശക്തി. നമ്മുടെ മനസ്സ് ഒരു കൃഷിഭൂമി പോലെയാണ്. അവിടെ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യും. എനിക്ക് കഴിയില്ല എന്ന് വിതച്ചാൽ പരാജയം കൊയ്യും. ഞാൻ ഇതിനായി ജനിച്ചവനാണ് എന്ന് വിതച്ചാൽ വിജയം നിങ്ങളുടെ മുന്നിലെത്തും. നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ ആയിത്തീരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഓരോ ചിന്തയും ഒരു ഊർജമാണ്. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജത്തെ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. എനിക്കിതിന് സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങളുടെ മസ്തിഷ്കം അത് സാധിക്കാത്തതിനായുള്ള കാരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. എന്നാൽ എനിക്കിത് സാധിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ പ്രപഞ്ചം മുഴുവൻ അതിനായുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു തരും. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പി നിങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റുക, അപ്പോൾ നിങ്ങളുടെ ലോകം താനെ മാറിക്കോളും. ഒരു ദിവസം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. മഴത്തുള്ളികൾ തുടർച്ചയായി വീഴുമ്പോഴാണ് പാറ പോലും പിളരുന്നത്. നിങ്ങളുടെ ചെറിയ പരിശ്രമങ്ങൾ ദിവസവും ആവർത്തിക്കുക. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയവരെല്ലാം തന്നെ അതിബുദ്ധിമാന്മാരോ അതികായന്മാരോ ആയിരുന്നില്ല, മറിച്ച് അവർ തുടങ്ങിയ കാര്യം ഇടയ്ക്ക് വെച്ച് നിർത്താത്തവരായിരുന്നു. നാം ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ കാര്യം നിസ്സാരമായി തോന്നാം, എന്നാൽ അത് ദിവസവും ആവർത്തിക്കുമ്പോൾ അത് വലിയൊരു ശീലമായി മാറുന്നു. ഇതിനെയാണ് കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓരോ ദിവസവും 1% സ്വയം മെച്ചപ്പെടാൻ ശ്രമിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളെക്കാൾ എത്രയോ മടങ്ങ് മികച്ചവനായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് വിജയത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചാണ്. തോൽവികളെക്കുറിച്ചും കംഫർട്ട് സോണിനെക്കുറിച്ചും മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറും വാക്കുകളായി അവശേഷിക്കണോ അതോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിപ്ലവമാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോയി നിങ്ങളുടെ സ്വപ്നങ്ങൾ വേട്ടയാടുക. ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും തന്നെ കഴിയില്ല, നിങ്ങൾ സ്വയം തോറ്റുകൊടുക്കാത്ത കാലത്തോളം. നന്ദി, നമസ്കാരം.